ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഇവിടെ പലരും സോറി പറഞ്ഞിട്ടില്ല. സോറി പറയാത്ത പലരുണ്ട്. എന്നെ തെറി വിളിച്ചവരാരും സോറി പറഞ്ഞിട്ടില്ല. ഇന്നലെ ടാസ്കിന്റെ ഇടയിൽ പെണ്ണുങ്ങളെ കയറി പിടിച്ചവർ പോലും സോറി പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് തെറി വിളിച്ചവർ വരെ ഇവിടെയുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ഇപ്പോ നമ്മുടെ ഒണിയിലും റെനയും തമ്മിലുള്ള ഫൈറ്റ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒണിയിലിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, റെനയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ചുമ്മാ ചൊറിഞ്ഞ് ഇനി അവസാനം പോയിരുന്ന് കരയാനാണ്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. അവസാനം ഒണിയിലിന്റെ വായിന്ന് വല്ലതും വീഴും. അപ്പൊ പോയിരുന്ന് കരയും. അതിനാണ് ഈ പരിപാടിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒണിയിൽ വിളിച്ചു പറയുന്നുണ്ട്, ഇന്നലത്തെ ടാസ്കിന്റെ ഇടയിൽ പെണ്ണുങ്ങളെ കയറി പിടിച്ചവർ വരെ ഇവിടെ ഉണ്ട് എന്ന്. അത് അങ്ങനെ പച്ചയ്ക്ക് തന്നെ ഒണിയിൽ പറയുന്നുണ്ട്. ആരാണ് എന്താണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. ടാസ്കുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കേണ്ടിയൊക്കെ വരും. ഒരാളെ എടുത്ത് എറിയണം എന്നുണ്ടെങ്കിൽ അവരുടെ ദേഹത്ത് തൊടാതെ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ ടാസ്കുകളിൽ അതൊക്കെ സംഭവിക്കും. അത് വേറെ അറിഞ്ഞൂടാ. ടാസ്കുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കേണ്ടിയൊക്കെ വരും. ഒരാളെ എടുത്ത് എറിയണം എന്നുണ്ടെങ്കിൽ അവരുടെ ദേഹത്ത് തൊടാതെ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ ടാസ്കുകളിൽ അതൊക്കെ സംഭവിക്കും. അത് വേറെ രീതിയിൽ അതിനെ വളച്ചൊടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒണിയിൽ പറഞ്ഞതിനകത്തിന് സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും മനഃപൂർവ്വം പെണ്ണുങ്ങൾ അതിനകത്ത് കയറി പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ടെങ്കിൽ ആരാണെന്നുള്ളതൊക്കെ പുറത്തു വരട്ടെ. അതല്ല ടാസ്കിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളെ ഒണിയിൽ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. ഏതെങ്കിലും സ്ത്രീകൾക്ക് മോശമായ ഒരു പെരുമാറ്റം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരത് പറഞ്ഞേനെ. സ്ത്രീകൾ ആരും ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒണിയിൽ ഇപ്പോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടാണ് തോന്നിയത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.